ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത് ഒരു എക്കോസിസ്റ്റത്തിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ വരുന്നതെന്നാണ്. അതിൻ്റെ ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ആ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവലിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിലേഷനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുക എന്നതാണ്. അപ്പോൾ അതിനൊരു പിരമിഡ് എന്നുള്ള രീതിയിൽ പറയാം. ഈ പിരമിഡ് എന്ന് പറയുമ്പോൾ അത് 3 ടൈപ്പിൽ മെയിനായിട്ട് വരാം. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ പിരമിഡ് എന്താണെന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ ഉണ്ടാവും. അതിന്ന് ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് വരും. ഈ ഓരോ ലെവലിനെയും ഓരോ ഹൊറിസോണ്ടൽ ബാർ വെച്ചിട്ടായിരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ബേസ്ഡ് ഓൺ നമ്പർ ആയിരിക്കാം, ബേസ്ഡ് ഓൺ ബയോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എനർജി. നമുക്ക് 3 ടൈപ്പിലായിരിക്കാം ഇത്തരത്തിലുള്ള പിരമിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ പിരമിഡ് ഓഫ് നമ്പറിലേക്ക് അടക്കാം. അപ്പോൾ ഒരു ട്രോപ്പിക് ലെവലിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ ആ ഓർഗാനിസം എത്ര എണ്ണമുണ്ട്, ആ സ്പീഷീസ് എത്ര എണ്ണം വരുന്നുണ്ട് എന്ന രീതിയിലായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിരമിഡ് ഓഫ് നമ്പർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോസ്റ്റ് കേസിൽ നമുക്കറിയാം, ഒരു എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്രാസ് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാസസ് ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താ, പ്രൊഡ്യൂസേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു പിരമിഡിൻ്റെ ഏറ്റവും ബേസിക് ലെവലിൽ, ഏറ്റവും ബോട്ടം ലെവലിലായിരിക്കും ഏറ്റവും ബ്രോഡായിട്ട് വരുന്നത്. അപ്പോൾ ആ പിരമിഡ് എന്ത് ചെയ്യും, ഇങ്ങനെ ബ്രോഡായിട്ട് വന്ന് പിന്നെ അതിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ കുറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പിരമിഡ് ഷേപ്പിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരു ഗ്രാസ് ലാൻഡിൻ്റെത് എടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതൊരു എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഈ പിരമിഡ് തന്നെ നമുക്ക് എന്ത് പറയാം, അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് എന്ന് പറയാം. അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ്, നോർമൽ ആയിട്ടുള്ള പിരമിഡ്. പക്ഷേ ചില സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നേരെ തിരിച്ചുള്ളൊരു പിരമിഡും കൂടി വരാം. അതായത് ഇൻവേർട്ടഡ് രീതിയിൽ, ഇപ്പോൾ പറഞ്ഞ ഈ ട്രയാങ്കിൾ നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പിരമിഡ് കൂടി വരാം. ഇതേ കേസിൽ, ഈ നമ്പർ കേസിൽ തന്നെ വരാം. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്കോസിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ എക്കോസിസ്റ്റം ഒരു ട്രീ ആണെന്ന് വെച്ചോ, ഒരു ട്രീ മാത്രമുള്ളൊരു എക്കോസിസ്റ്റത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ട്രീ ഒന്ന് നില നമ്പറായിരിക്കും അതിൽ പ്രൊഡ്യൂസറായിട്ട് വരിക. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൊഡ്യൂസർ, നമ്പർ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൊഡ്യൂസർ, ചെറിയ നമ്പർ ഓഫ് പ്രൊഡ്യൂസർ, അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി ഇൻസെക്റ്റ് ആയാലും ബേർഡ്സ് ആയാലും മറ്റ് ഏത് ജീവിയായാലും എണ്ണത്തിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ പിരമിഡ് നോക്കൂ, ഈ ഒരു രീതിയിലായിരിക്കും ആ പിരമിഡ് വരുന്നത്. അപ്പോൾ അതിനെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പർ 2 ടൈപ്പിൽ വരാമെന്ന് പറഞ്ഞു. മോസ്റ്റ് കേസിലും അത് അപ്രൈറ്റ് ആയിരിക്കും, അല്ലാതെ ഇങ്ങനത്തെ കേസും വരാം, ഇൻവേർട്ടഡ് കേസും വരാം. അപ്പോൾ അപ്രൈറ്റും വന്നു, ഇൻവേർട്ടഡും വന്നു. ഇനി അടുത്ത ഒരു ടൈപ്പ് പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് ബയോമാസ്. അതായത് ഓരോ ട്രോപ്പിക് ലെവലിലുള്ള ഓർഗാനിസത്തിൻ്റെ ടോട്ടൽ ബയോമാസ് വെച്ചിട്ട് അതിൻ്റെ ഡിഫറൻസിൽ നമുക്ക് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അതാണ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറയുന്നത്. ഈ പിരമിഡ് ഓഫ് ബയോമാസും നേരത്തെ നമ്പർ പറഞ്ഞ പോലെ തന്നെ അപ്രൈറ്റും വരാം, ഇൻവേർട്ടഡ് ആയിട്ടുള്ളതും വരാം. മോസ്റ്റ് കേസസിലും അപ്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം കൺസിഡർ ചെയ്യാമെന്ന് വെക്കാം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ബയോമാസ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും ആ ഏറ്റവും ബേസിക് ലെവലിൽ, ബോട്ടം ലെവലിൽ, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബയോമാസ് ആൾക്കാർ ഒരുപാട് വെയിറ്റ് വരുന്നത് എപ്പോൾ ആ പ്രൊഡ്യൂസർ ലെവലിലായിരിക്കും. അതിന്ന് പിന്നെ കുറഞ്ഞ് വരുന്ന രീതിയിൽ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിന് എന്ത് പറയാം, അപ്രൈറ്റ് പിരമിഡ് എന്ന് പറയാം, പിരമിഡ് ഓഫ് ബയോമാസിൽ. പക്ഷേ അതേസമയത്ത് തന്നെ ഒരു അക്വാട്ടിക് സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ബയോമാസിൻ്റെ പിരമിഡ് നമുക്ക് ഇൻവേർട്ടഡ് ഷേപ്പിൽ കിട്ടും. അക്വാട്ടിക് എക്കോസിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സൂപ്ലാങ്ക്ടൺസും ഫൈറ്റോ പ്ലാങ്ക്ടൺസും മറ്റും ആയിരിക്കും. അപ്പോൾ അവരുടെ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡും നമുക്ക് ഏതിൻ്റെ കേസിൽ കിട്ടും, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ കിട്ടും. അപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡും ആവാം, അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി അപ്രൈറ്റ് ആയിട്ടും ഉണ്ടാവാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജിയാണ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു എക്കോസിസ്റ്റത്തിനെ ഫങ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും നല്ല രീതിയിൽ അക്യുറേറ്റ് ആയിട്ട് വരുന്ന ഒരു മൂന്നാമത്തെ ടൈപ്പ്, അക്യുറേറ്റ് ആയിട്ട് വരുന്ന ഒരു പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ്, മറ്റുള്ള പിരമിഡ് എന്നുള്ള ഒരു ഡിഫറൻസ് പറയുന്നത്, എനർജിയുടെ പിരമിഡ് ഒരിക്കലും ഇൻവേർട്ടഡ് ആയിട്ട് വരില്ല. എനർജിയുടെ പിരമിഡ് അപ്രൈറ്റ് ആയിട്ട് മാത്രമേ ഉണ്ടാവൂ.
കാരണം എനർജി ഫ്ലോ ഒരിക്കലും കൺസ്യൂമറിന് പ്രൊഡ്യൂസറിലേക്ക് നടക്കുന്നില്ല. പ്രൊഡ്യൂസർ ഉണ്ടാക്കി വെച്ച എനർജി മാത്രമേ കൺസ്യൂമർക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ മുകളിലേക്ക് മാത്രമേ അത് കടന്നു പോകും. ഒരിക്കലും ബാക്ക് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു പിരമിഡ് എനർജിയുടെ കേസിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്കോസിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആയിട്ട് മാത്രമേ ഉണ്ടാവൂ. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഈ പിരമിഡ് ഓഫ് എനർജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസംസും അല്ലെങ്കിൽ ഓരോ ട്രോപ്പിക് ലെവലിലുള്ള ഓർഗാനിസംസും എത്രത്തോളം എനർജി യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ ആക്ച്വൽ റോള് ആ എക്കോസിസ്റ്റത്തിൽ ആ ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ആ ട്രോപ്പിക് ലെവലിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ ആക്ച്വൽ റോള് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ എനർജി പിരമിഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ മൊത്തത്തിൽ ഈ ഒരു പിരമിഡ്സിൻ്റെ ലിമിറ്റേഷൻസ് ഇപ്പോൾ പറഞ്ഞു, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിനും കുറേ ഡ്രോബാക്സ് ഉണ്ട്. കാര്യം പറയുമ്പോൾ ഇപ്പോൾ സാപ്രോഫൈറ്റ്സിനെ നമ്മൾ ഒരിക്കലും ഈ പിരമിഡിൻ്റെ കേസിൽ ഉൾപ്പെടുത്തുന്നില്ല. സാപ്രോഫൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷേ സാപ്രോഫൈറ്റ്സ് ഒരു എക്കോസിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ പിന്നെ ചില ട്രോപ്പിക് ലെവലിൽ മൾട്ടിപ്പിൾ ഓർഗാനിസംസ് വരും. അതുപോലെ ചില ഓർഗാനിസംസ് ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവലിൽ വരും. അങ്ങനെ നമ്മൾ ഫുഡ് വെബിൽ പറഞ്ഞ സെയിം കാര്യം. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഈ പിരമിഡിൻ്റെ കേസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ വരുന്നൊരു കേസ് പറയുമ്പോൾ ഫുഡ് വെബിൻ്റെ കാര്യങ്ങൾ ഈ പിരമിഡിൻ്റെ കേസിൽ ഉൾപ്പെടുത്തുന്നില്ല. ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്ന, കണക്റ്റഡ്നെസ് കാര്യങ്ങൾ വരുന്ന ഫുഡ് വെബിൻ്റെ കാര്യം ഒരിക്കലും ഈ പിരമിഡിൻ്റെ കേസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുപോലെ സീസണൽ വേരിയേഷൻസും ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും, എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് തരത്തിൽ ബാധിക്കും. എല്ലാ ഓർഗാനിസത്തിനെയും എല്ലാ ട്രോപ്പിക് ലെവലിനെയും ബാധിക്കും. പക്ഷേ അതൊന്നും ഈ പിരമിഡിൻ്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 3 ടൈപ്പ് പിരമിഡ്, ഏറ്റവും സിമ്പിളായ ടോപ്പിക്കാണ്. 3 ടൈപ്പ് പിരമിഡിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിരമിഡ് എന്താണെന്ന് പറഞ്ഞു, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. ഇതിൽ പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസും അപ്രൈറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം, അവർ ഡൗൺവേർഡായിട്ട് ഇൻവേർട്ടഡ് ആയിട്ടുള്ള രീതിയിലും വരാം. അത് ഏത് കേസാണെന്നും കൂടി പറഞ്ഞു. അതായത് പിരമിഡ് ഓഫ് നമ്പറിൽ ഒരു ട്രീനെ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിട്ട് വരാം. അതുപോലെ ബയോമാസിൻ്റെ കേസിൽ അക്വാട്ടിക്കാന്ന് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതെന്താവാം, ഇൻവേർട്ടഡ് ആയിട്ട് വരാം. പക്ഷേ ഏതൊരു ഇക്കോസിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആവുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് എക്കോളജിക്കൽ പിരമിഡ്സിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.